Super hit. Fire. 1,000 crores. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവിയാണ് എന്ന് വെച്ചാൽ ഈ 4 തിയേറ്ററിലും വനിതാ തിയേറ്ററിൽ ഈ 4 തിയേറ്ററും 4 മണിക്ക് ഫസ്റ്റ് ഷോ ഇത്രയും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ അല്ലു അർജുൻ്റെ ആ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രയും ക്രൗഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഈ പടം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത് അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി ഈ പടം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഒരു കാരണവശാലും OTT വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പവർ പാക്കാണ്. രശ്മിക പിന്നെ അതുകൊണ്ട് തന്നെ അല്ലു പിന്നെ ഫാഫ അവരുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ കാണും. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജി ഒരു എന്തോ ഒരു ഫീലിംഗ് നമുക്ക് എന്തോ ഒരു പവർ പാക്കാണ് നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ ഫീലിംഗ്. വയറ് തന്നെ ഒരു രക്ഷയില്ല. ഒരു എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കൊടുക്കാം. അത്രയും റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു രക്ഷയില്ല. ഒരു പവർ പാക്കാണ് തന്നെ. പുഷ്പ 2 എവരൊക്കെയതല്ലേ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഫാഫ എന്താ പറയുക നമ്മുടെ രംഗണ്ണനും ഷമ്മിയും കൂടി ചേർന്ന ഒരു എക്സ്ട്രീം ലെവൽ ജോക്കർ ടൈപ്പ് വില്ലൻസ് അത്യാവശ്യം നൈസായിരുന്നു. ഫസ്റ്റിൽ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ ഇതിനകത്തൊരു കംപ്ലീറ്റ് ഒരു അയ്യപ്പൻ കോശി റാപ്പോ പോലെ ഗീവ് ആൻഡ് ടേക്ക് റാപ്പോ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അല്ലു അർജുൻ ആക്ഷൻ ഉണ്ട്, മാസ് സീക്വൻസ് ഉണ്ട്, ഡാൻസ് അത്യാവശ്യം ഉണ്ട്, കിസ്കിസൊക്കെ നൈസ് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. മാസിന് വേണ്ടി അത്യാവശ്യം കുറേ ആക്ഷൻ സീക്വൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിരുന്നു, ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. BGM നൈസായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇമോഷണൽ കണക്ഷൻ വന്നപ്പോൾ പ്രത്യേകിച്ച് 3.5 മണിക്കൂറിൻ്റെ പടം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. പടം വേദി കാണിച്ചതെന്ന് വെച്ചാൽ പടം തീർന്നു എന്നുള്ളതായിപ്പോയി. പാർട്ട് 3 വരുന്നുണ്ട്. എനിക്കത് മിസ്സിംഗ് ആയി തോന്നിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണൽ കണക്ഷൻ കുറച്ച് ഇതായിപ്പോയി. അതായത് സെൻറ്റി എലമെൻറ്റ്സ് വന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് വരച്ച പോലെ ആയിപ്പോയി. സോ വർക്കൗട്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി എന്തായാലും നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ എല്ലാ സ്റ്റഫും ഉണ്ട്. അല്ലു അർജുൻ ഫാൻസിനും അല്ലെങ്കിൽ മലയാളീസിനെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സ്റ്റഫും ഉണ്ട്. കിസ്കിസൊക്കെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. വേറെ നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ ഹൈ എക്സ്പെക്ടേഷൻ വേണ്ട, എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാറില്ല. കാരണം മോസ്റ്റ് ഹൈപ്ഡ് മൂവി ഓഫ് ദി ഇയർ ആയിരുന്നു എനിക്ക് തോന്നുന്നതാണ്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയല്ല. ബട്ട് വർത്തിട്ടാണ്. പ്രത്യേകിച്ച് അല്ലു അർജുൻ്റെ ആ ഒരു അർദ്ധനാരീശ്വരി സാധനം അതിനകത്തൊരു മാസ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഫൈറ്റ്സും നൈസാണ്. കാണുമ്പോൾ തിയേറ്റർ തന്നെ വന്ന് കാണാം. ദാറ്റ്സ് അടിപൊളിയാണ്. പക്ഷേ എന്താ പറയുക, അല്ലു അർജുൻ്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അല്ലു അർജുൻ്റെ താണ്ഡവാണ് പറഞ്ഞത്. లెక్క వేయకోట్ల నుంచి మొదలవుతుంది. సుక్కు మార్క్ వైల్డ్ ఫైర్ అస్సలు తగ్గేదేలే. 1000 కోట్లు దాటుతుంది ആക്ഷൻ സീൻസ് കൊള്ളാം. പ്രത്യേകിച്ച് ഫഹദിൻ്റെ റോള് കുറേ ഉണ്ട്. അത് നമുക്ക് ചെറിയ റോളാന്ന് തോന്നും. പക്ഷേ കംപ്ലീറ്റ് അത് കുറേ അതിൻ്റെ ആക്ഷൻ സീൻസാണ്. പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ലാഗായി പോയി. പക്ഷേ ആക്ഷൻ സീൻസ് കംപ്ലീറ്റ്ലി നല്ല പടം പൊട്ടി മാത്രമേ ഉള്ളൂ. സന്തോഷ് പണിക്കർ പടം കാണുന്നത് ഇഷ്ടപ്പെട്ട പടം. വൈൽഡ് ഫയർ 100 വരെ 100 ആയിരം അടിക്കില്ല. 100
കച്ചലൊക്കെ വന്ന് കുഴപ്പമില്ല. ലാസ്റ്റ് വണ്ടി വന്ന് നിർത്തിയ പോലെ ആയി. 3 പറഞ്ഞല്ലോ, 3 വന്നാൽ കിടക്കും എന്ന് വിചാരിക്കുന്നു. റോമ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. എന്താ പറയാൻ അറിയില്ല. അമേസിംഗ് സ്റ്റണ്ടിങ്. എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നു. അതിനുശേഷം അത് പിന്നെ പറയാനില്ല. ഓരോ ക്യാരക്ടറും ഓരോ സിനിമയിലും ഫഹദ് എന്ന് പറയുന്ന പ്രത്യേക ക്യാരക്ടറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലു, യു ആർ അമേസിംഗ്. എനിക്ക് പറയാൻ അറിയുന്നില്ല എന്തൊക്കെയാ പറയേണ്ടത്. ലിറ്ററലി മൂവി എന്ന് പറയുന്നത് ക്രൂവിനെ എൻറ്റയർ ക്രൂ ലിറ്ററലി യു റോക്ക് ദ മൂവി. ആ നടന്റെ ആ ഒരു പവർ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരാഴ്ച 10 മീറ്റിംഗ് ഗംഭീര സിനിമയാണ്. ഫയറുള്ള വൈകിട്ട് ഫയർ എന്റർടൈൻമെന്റ് സിനിമയാണ്. ഗംഭീരം അടിപൊളി. എല്ലാവർക്കും സൂപ്പർ പെർഫോമൻസ്. അടിപൊളിയായിട്ട് ജനഭാവം വരുന്നുണ്ട്. കാത്തിരിക്കുകയാണ്. അടിപൊളി സിനിമ. അടുത്ത 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലായി പോയി. ഒരു 3/4 മണിക്കൂർ കുറച്ച് സെന്റിമെന്റ്സ് ഇച്ചിരി കുറച്ച് മാസമായിട്ട് തന്നെ എടുക്കായിരുന്നു. ഫസ്റ്റ് പോലെ തന്നെ എടുക്കായിരുന്നു. ഇച്ചിരി ലെങ്ത് കൂടിപ്പോയാണ്. ഇച്ചിരി ഒരു മാസത്തെ എപ്പം തന്നെ എടുക്കാം. കൂടാ ഞാൻ പറഞ്ഞില്ല, ഒരു സംബന്ധിച്ച് പെർഫോമൻസിൽ 2 പേരും, അതായത് ഫഹദിനും 101 വെച്ചാണ് 2 പേരും. പടത്തിന്റെ ഒരു ലെങ്തിന്റെ ഒരു വശമാണ്. 3.5 മണിക്കൂർ കുറെ ഇമോഷൻ സീനും അങ്ങനെയെല്ലാം കാണിച്ച് ലെങ്ത് ഇച്ചിരി കൂടി പോയി. ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അഭിനേതാക്കളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം ലെങ്ത് കൂടിപ്പോയതിൻ്റെ ഒരു നിരാശയാണ് ആളുകളിൽ കാണുന്നത്. അത് തന്നെയായിരുന്നു ഒരു മൈനസായിട്ട് എടുത്ത് പറയേണ്ടത്. പക്ഷേ പടം ഒട്ടും കൊള്ളില്ല എന്നുള്ള അഭിപ്രായമില്ല. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ല ലെങ്ത് കൂടിയത് തന്നെയാണ്. അല്ലു അർജുൻ ആയാലും നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ രശ്മിക മന്ദാന, എല്ലാവരും അഭിനേതാക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലെങ്ത് കൂടിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ അഭിപ്രായത്തിൽ ഫഹദ് ഫാസിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നായകനാണെങ്കിൽ പോലും അല്ലു അർജുൻ, പക്ഷേ ഫഹദിൻ്റെ ഓരോ ആ ചലനങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫഹദ് ഫാസിൽ നല്ലൊരു നടനാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ മലയാളികൾക്കൊട്ടും ഡൗട്ടില്ല. തീർച്ചയായിട്ടും ഈ പടത്തിൽ ഫഹദ് ഫാസിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ നോക്കാം. നമുക്ക് നല്ലൊരു എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനേലും നല്ലൊരു കഥയായിരിക്കണം. അല്ലെങ്കിൽ ലെങ്ത് അധികം കൂടാൻ പാടില്ല. അത് തന്നെയാണ് ഒരു ഇതൊന്നും. ലെങ്ത് കൂടിയത് ഒരു മൈനസായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രം അഭിനേതാക്കളുടെ പെർഫോമൻസിൽ എടുത്തു പറയേണ്ട ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. നമ്മുടെ അല്ലു അർജുൻ പറഞ്ഞ പോലെ
ഫാഫ അതിനകത്ത് പൊളിച്ചു. ഞാൻ പറഞ്ഞു ഒരു എക്സ്ട്രീം ലെവൽ വില്ലനിസം. ഫസ്റ്റിലെ ഒരു ചെറിയ സ്ക്രീൻ സൈസ് ആണെങ്കിൽ അതിനകത്തൊരു പക്ക ഒരു അയ്യപ്പൻ കോശി വൈ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റാപ്പോ നന്നായി ഫീൽ ചെയ്യണം. എന്തായാലും മിസ് ചെയ്യണ്ട, കിട്ടുന്നതാണ്. അത് ഒരു 50-50 രണ്ടുപേരും കട്ടിക്കട്ടൊക്കെയായിരുന്നു. ഓക്കെ, പടം ഫസ്റ്റ് പുഷ്പ കണ്ട ഒരു ഫീലിംഗ് അങ്ങനെയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. ഒരു സുഖമായിട്ട് തോന്നില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗടിച്ച പോലെ ഫീൽ ചെയ്തു. ഒരു മാസ് മസാല കാണാൻ വേണ്ടി വന്നു, പക്ഷെ അത്ര നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് പാർട്ടിൽ വെച്ച് നോക്കുമ്പോൾ ആ സ്റ്റോറിയൊക്കെ പോരാ. ഫസ്റ്റാണ് നല്ലത്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ്. നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട്, നമുക്ക് അഭിമാനിക്കുന്ന സംഭവം. കുഴപ്പമില്ല, ആർട്ടിസ്റ്റുകളൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അതിൽ മേക്കിങ് കുറച്ച് നീട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളൊക്കെയാണ്. കുറച്ച് ഫൈറ്റ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാർ ചേസിങ് അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് വന്ന ഫൈറ്റ് സീന് കൈ കെട്ടി കാല് കെട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല, അത്ര രീതിയിൽ കുഴപ്പമില്ല.